ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂത സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂത സന്നിധിയിൽ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പം എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും കഥകളുണ്ട്. കഥകൾ പറഞ്ഞാലും തീരൂല. ഒരു പുസ്തകം തന്നെ വേണം. ഞാനിവിടെ 86-ലാണ് വരുന്നത്. അച്ഛനെ വന്ന് കാണുന്നു. എൻ്റെ ഫാദർ ഇവിടെ മജീഷ്യനാണ്. ഇവിടെ ക്ലാസ് എടുത്തിരുന്നു. പ്രൊഫസർ അലിഖാൻ എന്നാണ് പേര്. അപ്പം അച്ഛനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് തന്നെ. എന്നാൽ ഒരു മോളെ തരാം, അച്ഛൻ എന്താന്ന് വെച്ചാൽ പാട്ട് പഠിപ്പിക്കുകയെ ഡാൻസ് പഠിപ്പിക്കുകയെ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞ് അച്ഛനെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, പാട്ട് പാടാൻ അറിയുമോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ മൂളും. ഡാൻസ് ചെയ്യും അച്ഛാ, ഡാൻസ് ബേസിക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ തസ്നീം ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഗാനഭൂഷണത്തിന് ചേര്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛോ പാട്ട് നന്നായിട്ട് പഠിക്കണ്ടേ? പക്ഷെ എൻ്റെ കുഴപ്പമില്ല, ഗാനഭൂഷണത്തിന് ചേര്. പിന്നെ വീണ മെയിൻ എടുത്തു, സാൻസ്ക്രിറ്റ്, അങ്ങനെ ഗാനഭൂഷണം ക്ലാസ്സിൽ ചേരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇവിടെ ഡാൻസിൻ്റെ ട്രൂപ്പ് ഉണ്ടായത്. നടരാജമാഷാണ് അന്ന് പഠിപ്പിച്ചത്. അന്ന് വെറൈറ്റി ഡാൻസാ, മണിപ്പൂരി, രാജസ്ഥാനി, ഫോക്ക്, ഭരതനാട്യം. റാണി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് ഫസ്റ്റ് ഭരതനാട്യം ചെയ്യുക. ഞങ്ങൾ രാജസ്ഥാനി, ഒഡീസി, മണിപ്പൂരി, ഫോക്ക്, അങ്ങനെ ഒരു 5-6 ഡാൻസ് ട്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ ഗ്രൂപ്പിലെ മിമിക്രി താരങ്ങളായിരുന്നു, സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു നമ്മുടെ പ്രസാദേട്ടൻ, ജയറാമേട്ടൻ, സൈനുദ്ദീൻ, റഹ്മാൻക, നാരായണൻകുട്ടി. അപ്പം അവരുടെ മിമിക്രിയും ഞങ്ങളുടെ ഡാൻസും, ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്ത ഡാൻസിന് കയ്യും കണക്കുമില്ല. ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അച്ഛൻ അവിടെ ഇരിക്കും, ആരും ഉണ്ടാവില്ല വേറെ. ഞങ്ങൾ ഡാൻസേഴ്സ് ഇവിടെ വന്ന് എല്ലാ പ്രോഗ്രാമിന് മുമ്പ് എല്ലാ ഡാൻസും ചെയ്യണം. ഞങ്ങൾക്ക് സ്റ്റെപ്പ് തെറ്റിയാൽ അച്ഛന് ഓർമ്മ വരും. അതാണ്, അച്ഛന് പോലും തറമാണ് എല്ലാ ഡാൻസിൻ്റെ സ്റ്റെപ്പ് പോലും. അങ്ങനെ അച്ഛൻ ഇവിടെ വന്ന് ഒരുപാട് ഡാൻസ് ചെയ്ത്. പിന്നെ ഇവിടെ ഒരു തോമസ് ഏട്ടൻ ഉണ്ടായിരുന്നു. ബ്രേക്ക് ആകുമ്പോൾ തോമസ് ഏട്ടൻ്റെ പൊറോട്ടയും മുട്ടക്കറിയും അതാണ് ഞങ്ങൾക്ക് അച്ഛൻ തരാറുള്ളത് കഴിക്കാൻ. തോമസ് ഏട്ടൻ മരിച്ചുപോയി. ജോസഫ് ഏട്ടൻ ഇവിടെ വന്ന് അത് കഴിച്ച് ഞാൻ, റാണി, കുറേ പിള്ളേരുണ്ട്. അന്ന് 5 ലേഡീസ് ഉണ്ട്. അങ്ങനെ ഷോയ്ക്ക് പോയിക്കൊണ്ടിരുന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു കഥകൾ. ഒരുപാട് നല്ല രസമുള്ള കഥകളായിരുന്നു. ഇന്ന് അച്ഛൻ്റെ 6 വർഷം മുമ്പാണ് ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് പ്രസാദേട്ടൻ എന്നെ വിളിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോഴാട്ടോ വരുന്നത്. ഇവിടെ സ്റ്റെപ്പ് കയറി വരുമ്പം അതിലേറെ കഥകൾ വേറെയും കുറേ ഉണ്ട്. കാരണം ഇവിടെ പെയിൻറ്റിങ് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ കോൺവെൻറ്റിൽ പഠിച്ചതുകൊണ്ട് മിക്സഡ് അല്ല പഠിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മിക്സ്, അതായത് ബോയ്സൊക്കെ നമ്മൾ മിഗിൾ ചെയ്ത് തുടങ്ങിയത്, സംസാരിച്ച് തുടങ്ങിയത്. കോൺവെൻറ്റിൽ നമ്മൾ ലേഡീസ് ഒള്ളിയാകുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ല. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇവരൊക്കെ കണ്ടപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുക. അപ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഓരോ മൂലയിൽ നിന്നിട്ടായിരിക്കും ഞങ്ങൾ ഇൻ്റർവെല്ലിനൊക്കെ സംസാരിക്കുക. വെറുതെ ഓരോ കഥകൾ, തമാശകളൊക്കെ പറയും. അപ്പം തന്നെ അത് വാച്ച് ചെയ്യാൻ അച്ഛനെ ആളെ ഏൽപ്പിക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ തസ്നീഖാൻ അവിടെ നിന്ന് ആ ഡ്രോയിങ്ങിലെ കുട്ടികളോട് കിടന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ഓഫീസ് റൂമിലേക്ക് വിളിക്കുമെന്ന് പറയും. ഞാൻ ഓഫീസ് റൂമിൽ ചെല്ലും. എന്താണ് തസ്നീഖാനെ, ആണുങ്ങളോട് സംസാരിച്ചാലേ പഠിക്കാൻ വരാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ശരിയാവില്ല കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തവണ വാൺ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ വെറുതെ സംസാരിക്കുകയാണ്. കാണുമ്പം കുറേ ഫ്രണ്ട്സ് വരും. അച്ഛന് എല്ലാത്തിലും കുറേ നിബന്ധനകളുണ്ടായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും. എന്നാൽ അതിന് കുറേ സ്വാതന്ത്ര്യങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അച്ഛൻ്റെ മെയിൻ കാര്യം പഞ്ച്വാലിറ്റി ആയിരുന്നു. അതിപ്പോഴും കീപ്പ് ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട്. ഇന്ന് വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഷൂട്ടിംഗ്, ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ലൊക്കേഷനിൽ ചെല്ലുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് കമ്പനി വണ്ടിയാണ് വരിക, ഡ്രൈവർമാർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. 8 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 8 മണിക്ക് തന്നെ താഴെ എത്തിയിരിക്കും ഞാൻ. ഡ്രൈവർക്ക് ഒരു ബുദ്ധിമുട്ടും കൊടുക്കാറില്ല. കറക്റ്റ് ടൈമിൽ ലൊക്കേഷനിലെത്തും. അതൊക്കെ പഠിച്ചതെന്ന് പറയുന്നത് അച്ഛനിൽ നിന്ന് തന്നെയാണ്. ഇവിടെ പ്രോഗ്രാമിന് 7 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യും, എല്ലാവരും എത്തിക്കോളണം എന്ന് പറഞ്ഞാൽ 6:45 ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തും.
ഇനി 7 മണിക്ക് 7:30 ആയവർക്ക് ആ പേയ്മെൻറ്റ് കട്ട് ചെയ്യും. അതായത് ഞങ്ങൾക്ക് കിട്ടുന്നത് അന്നൊരു ഡാൻസിന് ഒരു ഷോ ചെയ്താൽ കിട്ടുന്നത് 75 രൂപയാണ്. ഈ 75 രൂപയിൽ നിന്ന് അച്ഛൻ ഒരു 10 രൂപ 20 രൂപ കട്ട് ചെയ്താൽ ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് എത്തിയിരിക്കും. പേയ്മെൻറ്റാണ് അച്ഛൻ്റെ കട്ടിങ്, വേറെ ഒന്നും അച്ഛല്ല. അപ്പോൾ പേയ്മെൻറ്റാണ് നമുക്ക് ആവശ്യം. അന്ന് 75 രൂപ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അക്കാലത്ത് ഒരു വീട്ടിൽ 50 രൂപ കൊടുക്കും, 25 രൂപ ഞാൻ ഗാനഭൂഷണത്തിൻ്റെ ഫീസ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് അന്ന് ചെയ്യുന്നത്. നമുക്ക് ആ കുട്ടിക്കാലത്ത് സമ്പാദിക്കുക എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും പേയ്മെൻറ്റ് കട്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കാറില്ല. കറക്റ്റ് എത്തും. അതുപോലെ തന്നെ പ്രസാദേട്ടൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം എനിക്കറിയാം പ്രസാദേട്ടനെ അങ്ങോട്ട് വിളിക്കേണ്ട, പ്രസാദേട്ടനെ ഇങ്ങോട്ട് വിളിക്കുന്നത് എനിക്കറിയാം. ഞാൻ കറക്റ്റ് 9:15 കഴിഞ്ഞ ഉടനെ 9:45 എത്തണോട്ടോ തെസ്നി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എന്തായാലും 10 മണിക്കേ തുടങ്ങുള്ളൂ. ഞാൻ കറക്റ്റ് ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ പ്രസാദേട്ടനെ വിളിച്ചു. ഞാൻ പ്രസാദേട്ടൻ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് എത്താൻ സാധിച്ചു. ഇന്ന് വരെ അത് നടന്നിട്ടുണ്ട്. ഇനി നാളെ എങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇന്നത്തെ ആളാണല്ലോ നമ്മൾ നാളെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികളോടും പറയാനുള്ളത് പഠിപ്പും കലയും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകുക. എനിക്ക് വരാൻ സാധിച്ചില്ല, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും എനിക്ക് കലാഭവനിലൊരു സ്ഥാനം തരാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ആക്ട്രസ് എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണ്. ബിഗ് സ്ക്രീനിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റുക, വലിയ ആർട്ടിസ്റ്റ് ആവുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണത്. അത് കിട്ടുമ്പോൾ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഞാൻ അന്നും ഇന്നും ഒരുപോലെ പോണ ഒരാളാണ്. വലിയ ഉയർച്ച എനിക്ക് വന്നിട്ടില്ല, വലിയ താഴ്ചയും വരാതെ അങ്ങനെ നോർമലായിട്ട്. ഇത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം വലിയ ഉയരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴ്ചയിലേക്ക് പോകുമ്പോൾ സങ്കടം വരും. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് താഴ്ചയിലേക്ക് പോയാലും സങ്കടം തോന്നില്ല. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. അച്ഛന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള കാര്യം. കാരണം ഡാൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മോണാക്ട് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, തസ്നീമേ ഡെയ്സി അഭിനയിച്ച് കഴിയുമ്പം ഈ ജയറാമേട്ടൻ്റെ പോസ്റ്റർ ആയിരിക്കും ഈ മതിൽ, നമ്മുടെ ഇപ്പം ഈ കലാഭവൻ്റെ മതിൽ മുഴുവൻ അപരൻ്റെ പോസ്റ്റർ വന്നു. അപ്പം ഞാൻ ഡെയ്സി അഭിനയിച്ച് കഴിഞ്ഞ ടൈമാണ്. അപ്പോൾ എന്നെ വിളിച്ച് അച്ഛൻ പറയും, ഓഫീസിലേക്ക് എന്നെ വിളിച്ചിട്ട് പറയും, തസ്നീമിൻ്റെ പോസ്റ്റർ എന്താ ഈ കലാഭവൻ്റെ ഇവിടെയൊക്കെ എന്നാ വരികയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അച്ഛനോട് പറയും, അച്ഛോ അതെന്ന് പറയുന്നത് നായകനാണ്, ഞാനെന്നൊക്കെ പറയുന്നത് ക്യാരക്ടർ റോളുകൾ അഭിനയിക്കുന്ന ഒരു സഹനടി സ്ഥാനം പോലും അന്ന് എനിക്കില്ല. അന്ന് ഈ ഫ്രണ്ട് റോള് ചെറിയ റോളുകളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള റോളുകൾ വരുന്ന സമയത്ത് സാധാരണ പോസ്റ്ററിൽ നമ്മുടെ പടം വയ്ക്കില്ല. ഒരു നല്ല ക്യാരക്ടർ റോള് ശ്രദ്ധിക്കുന്ന റോളൊക്കെ വരുമ്പോഴാണ് പോസ്റ്ററിൽ പടം വയ്ക്കുക. അപ്പം അച്ഛൻ അങ്ങനെ ജയറാമേട്ടൻ നായകനായതുകൊണ്ടാണ് അപ്പം നീനക്കും ഒരു കാലത്ത് അങ്ങനെ വരും. പക്ഷെ പോസ്റ്ററിൽ വന്നില്ല എന്നല്ല, ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുക. നമ്മളൊരു ചെറിയ റോള് ചെയ്താലും വലിയ റോള് ചെയ്താലും തസ്നി വന്നു പോയത് ബെസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറയാനാണ് ഏറ്റവും അന്നും ഇന്നും എനിക്ക് താല്പര്യം. അത് അങ്ങനെ നടക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ്റെ അനുഗ്രഹവും എൻ്റെ ഉപ്പാടെ അനുഗ്രഹവും എപ്പോഴും കൂടെ നണ്ടു കിടക്കുന്ന ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് മാതാപിതാ ഗുരു ദൈവം. അമ്മ കഴിഞ്ഞാൽ മാതാപിതാ ഗുരുവാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം എന്തായാലും വേണം. പിതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഉപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ടി വിയിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് റിലീസായപ്പോൾ ആരും ജനിച്ചിട്ടുണ്ടാവില്ല. കാരണം 13 വർഷമായി കാര്യസ്ഥൻ. അപ്പോൾ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ പടം എൻ്റെ ഉപ്പച്ചി കണ്ടു കഴിഞ്ഞപ്പം ഫസ്റ്റ് പറഞ്ഞത് എൻ്റെ അടുത്ത് അങ്ങനെ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ മോള് ജീവിച്ചു പോയിക്കോളൂന്ന്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ മരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പം ഒരുപാട് മനസ്സിന് ഒരുപാട് മനസ്സിനൊരു എന്താ പറയുക, നമുക്ക് ഒരു മനോധൈര്യം വന്നു. എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഒരു അച്ഛൻ്റെ ഗുരുത്വം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ വലച്ചൻ്റെ ഗുരുത്വവും 2000-ലാണ് വേൾഡ് ടൂർ പോണത്. നമുക്കൊന്നും കണി പോലും കാണാൻ പറ്റാത്തതാണ് അമേരിക്കൻ ട്രിപ്പ്, ഐക്യനാടുകൾ എന്ന് പറയുന്നത്. അമേരിക്ക, UK, മൊറീഷ്യസ്, സിംഗപ്പൂര്, മലേഷ്യ, ലണ്ടൻ. പ്രസാദേട്ടനും ഞങ്ങളും എല്ലാവരും ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ചെയ്ത് റോമിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും ഞാനും, പ്രസാദേട്ടനുണ്ടോന്നില്ല, അനു ജോസഫാന്ന് തോന്നുന്നു, ഞങ്ങളും എല്ലാവരും കൂടെ നടക്കുമ്പോൾ അച്ഛനൊരു വാക്ക് പറഞ്ഞു, തസ്നീം എന്നാണ് എന്നെ വിളിക്കുക. തസ്നീമേ ഇനി എനിക്കിവിടെ വരാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ്. ഞാൻ എന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? ഇല്ല മോളെ, വരാൻ പറ്റും തോന്നുന്നില്ല, ഇതായിരിക്കും ചിലപ്പോൾ എൻ്റെ ലാസ്റ്റ് വരുമെന്നൊക്കെ പിന്നെ അച്ഛൻ അങ്ങനെ പറയലേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അച്ഛൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റിൽ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ച് തരാറുണ്ട്, ആവശ്യത്തിന് സ്വാതന്ത്ര്യം തരാറുണ്ട്. സ്വന്തം എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവിൽ നിന്ന് കിട്ടുന്നതിൽ ഒരുപാട് അഡ്വൈസ് ആ വലച്ചൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് കണ്ണുണ്ടെങ്കിലേ കണ്ണിൻ്റെ ഗുണം അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക്
അച്ഛനുണ്ടാകുമ്പോൾ അച്ഛൻ്റെ വില മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അധികമൊന്നും. പക്ഷേ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എന്താണ്, അച്ഛൻ എങ്ങനെയായിരുന്നു, അച്ഛൻ എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഫീൽഡിലായാലും ഒരുപാട് സിനിമാ സെറ്റുകളിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട്, തസ്നി ഖാൻ അത്ര മിഗ്ലിംഗ് അല്ല, അത്ര എന്താ പറയുക ഇടപെടാൻ. അപ്പം നമുക്ക് ഇപ്പോഴും ഒരു ജെൻസായിട്ട്, ഒരു ആണുങ്ങളായിട്ട് നമുക്ക് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴും ലിമിറ്റേഷൻ കൊടുക്കാറുണ്ട് ഞാൻ. ആ ലിമിറ്റേഷൻ പഠിച്ചത് അച്ഛനിൽ നിന്നാണ്. കാരണം നമുക്ക് ഓവറാവരുത്, നമ്മളെവിടെ ചെന്നാലും നമ്മളെ ഓവർ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അത് അച്ഛനാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മളിപ്പം ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഓവറായിട്ട് ചെയ്യുന്ന, അത് ഭയങ്കര സ്മാർട്ടാന്ന് കാണിക്കരുത്. നമ്മുടെ സ്മാർട്ട് നമുക്കിപ്പോൾ ഒരു അഭിനയിക്കാൻ നമുക്കൊരു ചാൻസ് കിട്ടി, നമുക്ക് ആ ക്യാരക്ടർ കിട്ടി, അവിടെ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. അല്ലാതെ സാധാരണ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒന്നും ഞാൻ വലിയ ആളാണ് എന്നുള്ള ഭാവം ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു തന്നത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം പിതാവിൽ നിന്ന് കിട്ടുന്നതിലും ഒരുപാട് അറിവ് അച്ഛന് കിട്ടിയിട്ടുണ്ട്. അച്ഛനുള്ള കാലത്ത് എനിക്കിവിടെ വരാൻ പറ്റുക, അച്ഛൻ്റെ കൂടെ ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് മരണം വരെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് മനസ്സിലാക്കി, അച്ഛനോടുള്ള സ്നേഹം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇന്നും എനിക്ക് ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ സാധിച്ചതും. അതിന് കാരണക്കാരൻ പ്രസാദേട്ടനൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. പ്രസാദേട്ടനാണ് മറ്റുള്ളവരോടൊക്കെ, അലിസാറിനോടും നമ്മുടെ ഇവിടുത്തെ മെയിൻ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദറിനോടൊക്കെ പറയുന്നത്, തസ്നീനെ വിളിക്കി. പ്രസാദേട്ടനുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കൊക്കെ ഇപ്പോഴും വരാൻ സാധിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യവും തന്നെ ഉണ്ട്. അപ്പോൾ പ്രസാദേട്ടന് ദൈവം ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ കലാഭവൻ്റെ ഒരു കണ്ണിയായിട്ട് നിൽക്കുന്നത് പ്രസാദേട്ടൻ മാത്രമാണ്. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ ഇവിടെ എത്തുന്ന എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഗുരുത്തുള്ളവർക്ക് മാത്രം സാധിക്കുകയുള്ളൂ. എനിക്കുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എന്ത് കാര്യത്തിനും ഇവിടെ ഓടിയെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അച്ഛൻ്റെ ആത്മാവ് നിത്യശാന്തി കൊടുത്ത് അച്ഛനെ സ്വർഗത്തിലേക്ക് ആക്കണമേ എന്ന് കാണാത്ത കുഞ്ഞുങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. അത്രയും മഹാനായ ഒരു വ്യക്തിയാണ് ഇത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ അച്ഛൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹത്തിനേലും അച്ഛൻ സ്വർഗത്തിലിരുന്ന് അനുഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പം അച്ഛൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും കുഞ്ഞുങ്ങളോട് ഞാൻ പറയാണ്, ഈ കലാഭവനിൽ വരുമ്പോൾ അച്ഛനെ സ്തുതിച്ച് അച്ഛനോട് പ്രാർത്ഥിക്കുക, അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ. അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവും. എല്ലാ സന്തോഷത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടനം ചെയ്യണം. ഞാൻ അച്ഛന് ബർത്ത്ഡേക്ക് വേണ്ടി വന്ന് അച്ഛന് മാലയിടുമ്പോൾ ഒരു അത്ഭുതം നടന്നു. അവിടെ എല്ലാവർക്കും അറിയാം, ഒന്നും അറിയില്ല, പാട്ട് ഏതാണെന്നൊന്നും അറിയില്ല. ഞാനും പ്രസാദേട്ടനും മാല ഇട്ടപ്പോൾ തന്നെ അച്ഛൻ്റെ പാട്ടാണ് അപ്പം തന്നെ ട്യൂൺ ചെയ്തത്. ഞങ്ങൾ നെട്ടിപ്പോയി സത്യം. അച്ഛൻ എഴുതിയ പാട്ട്. അച്ഛന് സ്നേഹമുണ്ട് ഞങ്ങളോടെല്ലാം ഒന്ന് മനസ്സിലാക്കി. എന്തായാലും ഒരുപാട് സന്തോഷം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഇനിയും ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ, ഇനിയും ജീവിച്ചിരിക്കാൻ ദൈവം വിധി തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് വീണ്ടും എല്ലാവർക്കും കാണാമെന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.